പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നുവെന്ന് നോക്കി അകത്തു ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോക. പിന്നെ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു. ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിയാതെ ഓടിപ്പോരുക. അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട്, നായക, എനിക്ക് നിന്നോട് ഒരു കാര്യം അറിയിപ്പാനുണ്ട് എന്നവൻ പറഞ്ഞതിന്, ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹൂ ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനെ ആഹാബിന്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗൃഹം അശേഷം ഒടിഞ്ഞു പോകണം. ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജ ഒക്കെയും ഞാൻ ഛേദിച്ചു കളയും. ഞാൻ ആഹാബ് ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഗൃഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗൃഹത്തെ പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടാകുകയില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹൂ തന്റെ യജമാനന്റെ വൃദ്ധന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവരോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നതെന്തിന് എന്ന് ചോദിച്ചു. അതിനവൻ അവരോട്, നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാറേ അവർ, അത് നേരല്ല, നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞതിനവൻ, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് ആദിയായി ഇന്ന കാര്യങ്ങൾ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ അവർ ബന്ധപ്പെട്ട ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്ത് കോവണി പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു. കാകളമൂതി യേഹൂ രാജാവായി എന്ന് പറഞ്ഞു. അങ്ങനെ നിംഷിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ യോരാമിന് വിരോധ കൂട്ടുകെട്ടുണ്ടാക്കി. യോരാമും എല്ലാ ഇസ്രായേലും അരാം രാജാവായ ഹസായേൽ നിമിത്തം ഗിലെയാദിലെ രാമോത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമ്യർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു. എന്നാൽ യേഹൂ, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രായേലിൽ ചെന്ന് ഇത് അറിയിക്കേണ്ടതിന് ആരും പട്ടണം വിട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേഹൂ രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദാ രാജാവ് അഹസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രായേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹൂവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട്, ഞാനൊരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം, അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റു ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്തു കാര്യം? തിരിഞ്ഞെന്റെ പുറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്നറിയിച്ചു. അവൻ മറ്റൊരുത്തനെ കുതിരപ്പുറത്ത് അയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്തു കാര്യം? തിരിഞ്ഞെന്റെ പുറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദാ രാജാവായ അഹസ്യാവും താന്താന്റെ രഥത്തിൽ കയറി യേഹൂവിന്റെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം, യേഹൂവേ, സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്തു സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം രഥം തിരിച്ചോടിച്ചുകൊണ്ട് അഹസ്യാവോട്, അഹസ്യാവേ, ഇത് ദ്രോഹമെന്ന് പറഞ്ഞു. യേഹൂ വില്ലുകുലച്ച യോരാമിനെ ഭുജങ്ങളുടെ നടുവെ എയ്തു. അമ്പ് അവന്റെ ഹൃദയം തുളഞ്ഞ് മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ടു വീണു. യേഹൂ തന്റെ പടനായകനായ ബിദ്കാരോട് പറഞ്ഞത്, അവനെ എടുത്ത് ഇസ്രായേലിനായ
നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞുകളക. ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു. സത്യമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും യഹോവ അരുളി ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ ഈ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക. അവനെ എടുത്ത യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ എറിഞ്ഞുകളക. യഹൂദാ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനഗൃഹത്തിന്റെ വഴിയായി ഓടിപ്പോയി. യേഹൂ അവനെ പിന്തുടർന്നു, അവനെയും രഥത്തിൽ വെട്ടിക്കളവിനെന്ന് കൽപ്പിച്ചു. അവർ യിബ്ലെയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കൽ വെച്ച് അവനെ വെട്ടി. അവൻ മെഹിത്തോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ വെച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആഹാബിന്റെ മകനായ യോരാമിന്റെ 11-ാം ആണ്ടിൽ ആയിരുന്നു അഹസ്യാവ് യഹൂദായിൽ രാജാവായത്. യേഹൂ ഇസ്രായേലിൽ വന്നത് ഈസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. യേഹൂ പടിവാതിൽ കടന്നപ്പോൾ അവൾ, യജമാനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൻ തന്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി, ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ 2-3 ഷണ്ഡന്മാർ പുറത്തേക്ക് നോക്കി. അവളെ താഴെ തള്ളിയിടുവിനെന്ന് അവൻ കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്നു ഭക്ഷിച്ചു പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്നു നോക്കി, അടക്കം ചെയ്യുവിൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന അവനോട് അതറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളയും, അത് ഇസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഈസബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെ ആകുമെന്നിങ്ങനെ യഹോവ തിശ്ബ്യനായ ഏലിയാവെന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു. വായിച്ചതായ തിരുവചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.